എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു ചോദിക്കുകയാ, ജീവിതം ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ കാറ്റിൽ പറത്തുന്നവര്, അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു പറയുകയാണ്, നീയൊക്കെ എവിടെ പോകാനാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയൊക്കെ എവിടെ പോകാനാ? നമ്മൾ സാധാരണ പറയുമല്ലോ, ഓം തോടിയാൽ എവിടെ വരെ ഓടുമെന്നോ. ചെറുപ്പക്കാരാ, നീ എവിടെ പോകാനാടാ? അല്ലാഹു പറയുകയാ, നീയൊക്കെ എവിടെ പോയാലും അവസാനം എന്റെ മുമ്പിൽ തന്നെ നീ തിരിച്ചു വരുമല്ലോ. നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളെ പടച്ചറബ് മടക്കി കൊണ്ടുപോകുമല്ലോ. അല്ലാഹു പറയുകയാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. എന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാതെ നടന്നവരോ, അതിനവഗണിച്ച മനുഷ്യ, അല്ലാഹു പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമോ. ഭയാനകമായ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഈ ജീവിതം ആസ്വദിക്കുന്ന യുവത്വമേ, ഈ ഉസ്താദന്മാരെ പരിഹസിക്കുന്ന യുവത്വമേ, അല്ലാഹു പറയുകയാ, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ മറന്നു പോകരുത്, അഹങ്കാരികളാകരുത്. പടച്ചറപ്പിന്റെ ദീനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളൊക്കെ ഇതിനെ അവഗണിച്ചുകൊണ്ട് നിസാരമാക്കിയിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുമ്പോ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പരിചയപ്പെടുത്തുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു ഭയാനകമായ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാത്തവർക്ക്, അതിനെ നിസാരമായി കാണുന്നവർ, പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നവർ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുമ്പിൽ ഓതപ്പെട്ടിട്ട് ആ ആയത്ത് ഓതുന്നത് കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. അല്ല
കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട് പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമിനോട് ചോദിക്കുകയാ, ജീവിതമൊക്കെ എങ്ങനെയുണ്ടോ? എല്ലാവരും പറയുന്ന മറുപടി, ഉസ്താദേ വല്ലാത്ത പ്രയാസമാ, കച്ചവടമുണ്ടായിരുന്ന കടയായിരുന്നു, എല്ലാം തകർന്നു പോയി, ഒരുപാട് നഷ്ടമായി, ഒരുപാട് നഷ്ടമായി, ജീവിതം വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കമാണ്, സമാധാനമില്ല ഉസ്താദേ, സന്തോഷം നഷ്ടപ്പെട്ടു പോയി ഉസ്താദേ. പടച്ചവനെ, നമ്മളിൽ അധികം പേരും പറയുന്ന ഒരു മറുപടിയാ, ജീവിതത്തിൽ മറ്റാ വല്ലാത്ത ഒരു മാറ്റം വന്നു, എല്ലാം തകർന്നു പോയി, ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നു പോയി. എന്തേ സംഭവിച്ചതെന്നറിയില്ല. കച്ചവടമുണ്ടായിരുന്ന കടയ്ക്കകത്ത് കച്ചവടമില്ല, സമാധാനമുണ്ടായിരുന്ന വീടിനകത്ത് സമാധാനമില്ല, സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി തകർന്നു പോയല്ലോ, വല്ലാത്ത പ്രയാസത്തിലാ. അതിന്റെ കാരണമാണോ പറയുന്നത്? അതിന്റെ കാരണമാണോ പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ. അല്ലാഹു നിന്റെ ദുനിയാവിലെ ജീവിതം അങ്ങ് ഇടുക്കമാക്കുകയാ. അല്ലാഹു ദുനിയാവിലെ ജീവിതം വല്ലാത്ത ഇടുക്കമാക്കുകയാണ്. പഴയതുപോലെ കച്ചവടമില്ല, പഴയതുപോലെ സമ്പത്തില്ല. പടച്ചവനെ, സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, വല്ലാത്ത ഞെരുക്കമാണ്. ഉസ്താദേ, പണമുള്ളവൻ പറയുകയാ, ആവശ്യത്തിന് പണമുണ്ട്, കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, കൂടെ കിടക്കാൻ ഭാര്യയുണ്ട്, കൂടെ നടക്കാൻ മക്കളുണ്ട്, എല്ലാം ഉള്ളവനും പറയുന്നത് ഉസ്താദേ മരിച്ചാ മതി, ഉസ്താദേ മരിച്ചാ മതി, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന ഉസ്താദ്. അതിന്റെ കാരണം എന്തെന്നറിയോ? അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. പടച്ചറബ് തന്ന ശിക്ഷയാണോ? നീ അള്ളാന്റെ കലാമിനെ കളിയാക്കിയപ്പോ, അള്ളാഹുവിന്റെ ഖുർആനിനെ അവഗണിച്ചപ്പോ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങളൊക്കെ നിസാരമാക്കിയപ്പോ, അള്ളാഹുടെ കലാമല്ലേ, പടച്ചറബിന്റെ കലാമല്ലേ, അതിനെ പരിഗണിക്കാതെ വന്നപ്പോ അള്ളാഹു തന്ന ശിക്ഷയാ. ജീവിതത്തിലെ സർവ്വതം നഷ്ടപ്പെട്ടു പോയല്ലോ, സമാധാനം നഷ്ടപ്പെട്ടു പോയല്ലോ, എല്ലാം തകർന്നു പോയിട്ട് ഇന്ന് നിന്റെ ജീവിതം കണ്ണീരാണല്ലോ, നിന്റെ കുടുംബം ഇന്ന് ഉറക്കമില്ലാത്ത കുടുംബമായി മാറിയല്ലോ. അതിന്റെ കാരണമാ പറയുന്നത്, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹ് അവന് കൊടുക്കുന്ന ശിക്ഷയാ. ഇവിടെ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, അല്ലാഹു പറയുകയാ, പടച്ചവനെ, നാളെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. ദുനിയാവില് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല, പടച്ചവനെ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാ, ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ റബ്ബേ, ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, ഇന്നെന്ത് പറ്റി പടച്ചവര്? കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല. അല്ലാഹുവേ, എന്ത് പറ്റിയെന്ന് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പറഞ്ഞതെന്നല്ലോ, മക്കളെ നീ പാവപ്പെട്ടവരെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാ. ഇത് പാവപ്പെട്ടവന്റെ അവകാശപ്പെട്ടത് കൊടുക്കടോ, നീ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾക്ക് കൊടുക്കടോ, രോഗികൾക്ക് കൊടുക്കടോ, ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കടോ,
നിങ്ങൾ ഒരുപാട് സദക്ക ചെയ്യണോ. ഇതാണ് പ്രതിഫലമെന്ന് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ക്യാൻസർ പിടിച്ചവന്, മാരകമായ രോഗം പിടിച്ചവൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയിട്ട് കൊടുത്തില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ, അവഗണിച്ചില്ലേ, നിസ്സാരമാക്കിയില്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 15 മക്കള് നിങ്ങളുടെ കണ്ണിൽ